And the Lord called me for His service nearly 50 years ago when I was 24 years old. 24 വയസ്സുള്ളപ്പോൾ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവ് എന്നെ അവൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചത്. And that's the time I quit my job in the Navy. ആ സമയത്താണ് നേവിയിലുള്ള എൻ്റെ ജോലി ഞാൻ രാജിവെച്ച് കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയത്. They didn't let me go for 2 years, but then they let me go. 2 വർഷം ആ ജോലിയിൽ നിന്നും വിരമിക്കുവാനായിട്ട് നേവിയിലെ അധികാരികൾ സമ്മതിച്ചില്ല. എന്നാൽ അതിനെ തുടർന്ന് എനിക്ക് ആ ജോലിയിൽ നിന്നും വിരമിക്കുവാനായിട്ട് കഴിഞ്ഞു. See, when God calls anyone for His service, it's just like the army recruiting you. There's a specific task God has for His servants. ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ അത് ആർമിയിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് പോലെയാണ്. ആ നിയമിക്കുന്നതിലൂടെ ഒരു പ്രത്യേക ഉദ്ദേശത്തിലേക്കാണ് ആ വ്യക്തിയെ ദൈവം വിളിക്കുന്നത്. I find a lot of aimlessness in a lot of Christian work and God's servants. ഇന്ന് ദൈവ വേലയിലും ക്രിസ്തീയ പ്രവർത്തകരുടെ ഇടയിലും ലക്ഷ്യമോദമില്ലാത്ത പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞാൻ കാണാറുണ്ട്. The army of the Lord is not less organized than any country's army. ഏത് രാജ്യത്തിൻ്റെ സൈന്യത്തെക്കാട്ടിലും ദൈവത്തിൻ്റെ സൈന്യം, ദൈവത്തിൻ്റെ യോദ്ധാക്കൾ അവർ കാര്യങ്ങൾ ക്രമമായി ചെയ്യാത്തവരല്ല. God has a specific task for every one of His children. ദൈവത്തിൻ്റെ എല്ലാ മക്കളെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിന് ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്, വ്യക്തമായ ലക്ഷ്യമുണ്ട്. Many of you know that the church is called the body of Jesus Christ. നിങ്ങളിൽ പലർക്കും സഭ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നുള്ളത് അറിയാം. And one reason why that is called by that title, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന സഭയെ വിളിക്കുവാനുള്ള ഒരു കാരണം ഇതാണ്. is because it's an illustration which is very easy for us to understand. നമുക്ക് മനസ്സിലാകുവാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ദൃഷ്ടാന്തമാണ് അത് എന്നതുകൊണ്ട് തന്നെയാണ്. Because everybody's got a body. കാരണം എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. Even an illiterate person knows how a body functions. ഒരു അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഒരു ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. There is no part of your body which has no function. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് പോലും അതിനൊരു ഉപയോഗമില്ലാത്ത അവയവങ്ങളില്ല. There may be some things which are hidden, but they have a function. ഒരുപക്ഷെ അവയവങ്ങൾ ബാഹ്യമായി കാണാത്ത അവയവങ്ങളായിരിക്കാം, ആന്തരിക അവയവങ്ങളായിരിക്കാം, പക്ഷേ എല്ലാ അവയവങ്ങൾക്കും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. And some of those hidden parts are actually more important than some of the visible parts. പലപ്പോഴും ആന്തരിക അവയവങ്ങൾ ബാഹ്യമായ അവയവങ്ങളെക്കാൾ പ്രാധാന്യമുള്ളവയാണ്. Generally speaking, in Christendom, we give prominence to those who stand in front of a pulpit. പലപ്പോഴും ക്രിസ്തീയ ലോകത്തിൽ ഒരു പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്കാണ് ആളുകൾ പ്രാധാന്യം കൽപ്പിക്കാറുള്ളത്. Those are like the visible parts of the body, like the tongue or the hand or the eyes or the ears. ശരീരത്തിൽ ആളുകൾക്ക് കാണാവുന്ന തരത്തിലുള്ള കൈയോ കണ്ണോ കാലോ പോലെയുള്ള അവയവങ്ങളാണ് അവ. But you know that the invisible parts like the heart and the liver and all are really more important. പക്ഷേ നിങ്ങൾക്കറിയാം, ബാഹ്യമായി കാണുവാൻ കഴിയാത്ത കരളും ഹൃദയവും ഇങ്ങനെയുള്ള ആന്തരിക അവയവങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടവയാണ്. I say that for the encouragement of brothers and sisters who do not have the ability to speak publicly like I do. ഇവിടെ പൊതുവേദികളിൽ സംസാരിക്കുവാനായിട്ട് കഴിവില്ലാത്ത അപ്രകാരമുള്ള സഹോദരങ്ങളുടെ ഉത്സാഹത്തിനായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. I know there are many brothers and sisters who pray for me regularly. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം സഹോദരി സഹോദരന്മാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. And I always refer to them as the heart of the body that's pumping the blood so that me, the tongue, can speak. ഹൃദയം പമ്പ് ചെയ്ത് രക്തം ഒഴുക്കുന്നതിനാൽ നാവ് സംസാരിക്കുന്നത് പോലെ അവര് ഹൃദയവും ഞാൻ നാവുമാണ് എന്ന് ഞാൻ പലപ്പോഴും കരുതാറുണ്ട്. We don't appreciate the heart till we get a heart attack or something. നമുക്കൊരു ഹൃദയസ്തംഭനം വരും വരെ സാധാരണ ആളുകൾ ഹൃദയത്തിന് വില കൽപ്പിക്കാറില്ല. So I want to encourage those of you who feel, well, I'm nobody, I don't have any gift, what can I do for Christ? എനിക്ക് വരങ്ങളൊന്നുമില്ലല്ലോ, ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
if you are a Christian just born in a Christian family, then of course you're not part of the body of Christ. നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. I was born in a good Orthodox family, but for 19 years I was not a member of the body of Christ. 19 വർഷം ഒരു നല്ല ഓർത്തഡോക്സ് കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിരുന്നില്ല. But a day came in my life when I was in the Navy, when I surrendered my life to Jesus Christ. എന്നാൽ ഞാൻ നേവിയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. I did not give my life to Christ to go to heaven. സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ വേണ്ടി അല്ല ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തത്. My sins were I was a sinner and I needed it to be cleansed away from my life. പാപിയായിരുന്ന എനിക്ക് എൻ്റെ പാപങ്ങളിൽ നിന്നും എനിക്കൊരു മോചനം, എൻ്റെ പാപം ശുദ്ധീകരിക്കപ്പെട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. It's like, how long will you keep the garbage in your house before throwing it out? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെളിയിൽ എറിഞ്ഞു കളയുന്നതിന് മുമ്പ് എത്ര നാൾ നിങ്ങൾ നിങ്ങളുടെ ആ ചവറ്റ് നിങ്ങളുടെ അഴുക്കുകൾ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും? 2-3 days? 2-3 ദിവസം? Or 2-3 years? 2-3 വർഷമോ? I mean, the whole house will begin to stink. നിങ്ങൾ ഇപ്രകാരം ദീർഘനാളുകൾ ഈ അഴുക്ക് സാധനങ്ങൾ അവിടെ വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ ദുർഗന്ധം വമിക്കും. When we begin to see sin like garbage, we'll want to get rid of it as soon as possible. നിങ്ങൾ ഇപ്രകാരം പാപത്തെ ഒരു മാലിന്യമായിട്ട് ചപ്പും മാലിന്യവുമായിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ എത്രയും പെട്ടെന്ന് അത് ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. But then why is it so many people keep sin and live in sin? പക്ഷേ എന്തുകൊണ്ടാണ് അനേക ആളുകളും അവർ പാപം സൂക്ഷിക്കുകയും പാപത്തിൽ തുടരുകയും ചെയ്യുന്നത്? I compare them to people who have no sense of smell. ഘ്രാണശക്തി ഇല്ലാത്ത ആളുകളെ പോലെയാണ് ഞാൻ അവരെ ഉപമിക്കുന്നത്. The house can be stinking of garbage and they say, I don't smell anything. വീട് മുഴുവൻ ദുർഗന്ധം വമിക്കുകയാണ്, പക്ഷേ അവർ പറയുന്നത് എനിക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ. So I wanted to get rid of sin in my life and that's why I came to Christ. എൻ്റെ ജീവിതത്തിലെ പാപത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു, മോചനം വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് പോയത്. The second reason was that I felt Jesus loved me so much, I must give my life back to him. രണ്ടാമതൊരു കാരണം, കർത്താവ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ ജീവിതം എനിക്ക് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള താല്പര്യവും എനിക്കുണ്ടായിരുന്നു. Completely. മുഴുവനായിട്ട് കർത്താവിന് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. I pictured myself like a poor beggar woman sitting by the roadside with my tin can. എൻ്റെ തകര പാട്ടയുമായിട്ട് റോഡരികിൽ ഇരിക്കുന്ന ഒരു പിച്ചക്കാരത്തി പെണ്ണിനെ പോലെ ഞാൻ എൻ്റെ ജീവിതത്തെ സങ്കല്പിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. A rotten sinner. ഒരു വൃത്തികെട്ട പാപി. Here comes a prince in a fancy car. ഇവിടെ ഇതാ ഒരു മനോഹരമായ ആഡംബര കാറിൽ ഒരു രാജകുമാരൻ എൻ്റെ അടുക്കലേക്ക് വരുന്നു. Or say a rich businessman's son who's got billions of rupees. അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉള്ള ഒരു ധനികനായ ബിസിനസ്സുകാരന്റെ മകൻ എൻ്റെ അടുക്കലേക്ക് വരുന്നു. And he stops beside me. എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കാർ നിർത്തി. And comes to me and says, I want to marry you. എൻ്റെ അടുക്കലേക്ക് വന്ന് ഞാൻ നിന്നെ വിവാഹം ചെയ്യട്ടെ, ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. This is like a fairy tale, a rich businessman coming to marry a poor beggar woman. ഒരു ധനികനായ ഒരു ബിസിനസ് നടത്തുന്ന അപ്രകാരമുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു അത്ഭുത കഥ പോലെ തോന്നിയേക്കാം. That's how I saw Jesus coming to യേശുക്രിസ്തു എൻ്റെ ask me to be his. അവന്റെ മകനായി അവനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കർത്താവിനെ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. The picture I have drawn is not an exaggeration. It's exactly like that. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ചിത്രം അതൊരു അതിശയോക്തിയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. And imagine I sit there with my 50 paisa in my tin can. ഞാൻ എൻ്റെ ആ തകര പാട്ടയിൽ 50 പൈസയുമായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. And here this businessman's son is coming with billions of rupees. ഇവിടെ ഇതാ ലക്ഷക്കണക്കിന് പണവുമായിട്ട് ഈ ധനികനായ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കലേക്ക് വരുന്നു. I want to give you everything I have. എനിക്കുള്ളതെല്ലാം നിനക്ക് തരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. But one condition. എന്നാൽ അതിന് ഒരു നിബന്ധന മാത്രം. You must give me everything which is in your tin can. നിന്റെ ഈ തകര പാട്ടയിലുള്ളതെല്ലാം നീ എനിക്ക് തരണം. And I look at this 50 paise. ഞാൻ എൻ്റെ തകര പാട്ടയിലുള്ള 50 പൈസയെ ഞാൻ നോക്കുകയാണ്.
And I say, well, let me pray about it. Let me think whether ഞാൻ I should. എന്നിട്ട് ഈ തകരപ്പട്ടയിലെ 50 പൈസ നോക്കിയിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ചിന്തിച്ച് നോക്കട്ടെ. I'm not sure whether I should give you all of this. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരണമോ എന്ന് ഞാൻ ചിന്തിച്ച് നോക്കട്ടെ. This is the stupidity of people who don't give themselves 100% to Christ. 100% കർത്താവിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ആളുകളുടെ ഭോഷത്വം ഇതാണ്. Who give little bit. അവർ അല്പം മാത്രം Who ദൈവത്തിന് give കൊടുക്കും. 25 paisa. 25 പൈസ ദൈവത്തിന്. That is the reason why we don't have a really exciting Christian life. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഉത്സാഹമുള്ള സജീവമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കില്ലാത്തതിന്റെ കാരണം അതാണ്. You know, when I read the New Testament, I saw a standard of life there which I hardly saw in the Christians around me. എൻ്റെ ചുറ്റിനുമുള്ള ക്രിസ്തീയ വിഭാഗങ്ങളിൽ ഞാൻ കാണാതിരുന്ന ഒരു മനോഹരമായ ക്രിസ്തീയ ജീവിതം ഞാൻ ബൈബിളിന്റെ താളുകളിൽ ഞാൻ A കാണുകയുണ്ടായി. life of freedom from anxiety and fear. ഭയത്തിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും വിടുതലുള്ള ഒരു ജീവിതം. A life of continuous joy 24 hours a day. 24 ദിവസത്തിന്റെ 24 മണിക്കൂറും സന്തോഷമുള്ള ഒരു ജീവിതം. A life of victory over sin. പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം. Not in the Old Testament. Nobody had all this in the Old Testament. ഇതൊന്നും പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. ആർക്കും ഇല്ലായിരുന്നു. For example, in the Old Testament you never read commands like rejoice in the Lord always. പഴയ നിയമത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന ഒരു കൽപ്പന നാം പഴയ നിയമത്തിൽ കാണുന്നില്ല. It was impossible. അത് അപ്രകാരം സാധ്യമല്ലായിരുന്നു. There's no command in the Old Testament like be anxious for nothing. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അപ്രകാരം ഒരു കൽപ്പന പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. It was not possible. അത് അസാധ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. There's no command in the Old Testament which says in everything give thanks. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുക എന്നുള്ള ഒരു കൽപ്പന പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. Or a promise like sin will not rule over you. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള വാഗ്ദാനം അത് പഴയ നിയമത്തിൽ These are ഇല്ലായിരുന്നു. all New Testament promises. ഇതെല്ലാം പുതിയ നിയമത്തിലെ വാഗ്ദാനങ്ങളാണ്. When a Christian does not experience these things which I mentioned, ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിച്ച ഈ കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനി അനുഭവിക്കുന്നില്ല എങ്കിൽ he is living like an Old Testament person. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി പഴയ ഉടമ്പടി പ്രകാരമുള്ള ഒരു മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്. It's as if Jesus has not yet come. യേശു ക്രിസ്തു ഇതുവരെയും വന്നിട്ടില്ല എന്ന രീതിയിലാണ് അവൻ ജീവിക്കുന്നത്. The Holy Spirit has not yet come. പരിശുദ്ധാത്മാവ് ഇതുവരെയും വന്നിട്ടില്ല എന്ന തരത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. When I read the New Testament, അതുകൊണ്ട് ഞാൻ പുതിയ നിയമം വായിച്ചപ്പോൾ I said, Lord, there is a life here which I hardly hear anybody talking about and I don't see anybody living. കർത്താവേ, ഇതാ ഈ ദൈവവചനത്തിൽ ആരും ഇതുവരെ അവർ ജീവിക്കുന്നത് ഞാൻ കാണുന്നില്ല, അവർ സംസാരിക്കുന്നത് പോലില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു ജീവിതം ഈ വചനത്തിന്റെ താളുകളിൽ ഞാൻ കാണുന്നല്ലോ. Once in a while I would meet somebody whose life was radiant with the life of Christ. ഏതെങ്കിലും ഒരു മിന്നായം പോലെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണും, ആ വ്യക്തി ഈ ജീവിതം ആസ്വദിക്കുന്ന ഒരാൾ. It was so rare. പക്ഷെ അത് വളരെ വിരളമായ ഒരു കാഴ്ചയായിരുന്നു. Almost every Christian home they'd be yelling and fighting and quarreling. മിക്കവാറും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും അന്യോന്യം പോരാടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ. And yet I knew that was not God's will. എന്നാലും എനിക്കറിയാമായിരുന്നു ഇതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. When I got married, my Christian life was also like that. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്രിസ്തീയ ജീവിതവും അപ്രകാരം തന്നെയായിരുന്നു. But I said, Lord, I want to get into this promised land. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നാൽ അങ്ങനെയല്ല, നിന്റെ വചനം മുൻപോട്ട് വയ്ക്കുന്ന ഈ വാഗ്ദത്തങ്ങൾ അത് എനിക്ക് അവകാശമാക്കണം, ഈ വാഗ്ദത്ത ദേശത്തേക്ക് എനിക്ക് പോകണം. You know how 600,000 men came out of Egypt and only 2 of them got into the promised land of Canaan? നിങ്ങൾക്കറിയാമോ, 6 ലക്ഷം പേർ അവര് പുറപ്പെട്ടെങ്കിലും 2 പേർ മാത്രമാണ് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചത്. I'm talking only about the men, including women. It must have been 2 million who came out of Egypt. ഞാൻ പുരുഷന്മാരെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അവിടെയുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ കൂട്ടിയാൽ അവർ ഒരു പക്ഷേ 20 ലക്ഷം പേരായിരിക്കാം. So let's just think of the men. പുരുഷന്മാരെ കുറിച്ച് മാത്രം ചിന്തിക്കുക. 600,000 men over the age of 20. 20 വയസ്സിന് മുകളിലുള്ള 6 ലക്ഷം പേർ. Put the blood of the lamb on the door. അവര് കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടളപ്പടിയിൽ തേച്ചതാണ്. You know, that's a picture of being redeemed by the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിന്റെ ഒരു ചിത്രമാണ്. Then they were baptized. They went into the Red Sea and came out, which is a picture of water baptism. അതിനുശേഷം അവർ ചെങ്കടലിലൂടെ കടന്നുപോയി, അത് ജലസ്നാനത്തിന്റെ ഒരു ചിത്രമായിരുന്നു. And the pillar of cloud came down upon them, which is a picture of the baptism in the Holy Spirit. അവരുടെ മുകളിലേക്ക് അഗ്നി മേഘസ്തംഭം അവരിലേക്ക് ഇറങ്ങി വന്നു, അത് ആത്മാഭിഷേകത്തിന്റെ ഒരു ചിത്രമായിരുന്നു. And they followed that. അവര് അത്
this is a picture of a Christian redeemed by the blood of the Lamb, baptized in water, baptized in the Holy Spirit. ഇതാ ഒരു ക്രിസ്ത്യാനിയുടെ ചിത്രം. അവൻ രക്തത്താൽ കഴുകപ്പെട്ടവൻ, ജലസ്നാനമേറ്റവൻ, അവൻ ആത്മാഭിഷേകം പ്രാപിച്ചവൻ. But they never entered Canaan. എന്നാൽ അവര് വാഗ്ദത്ത കനാനിലേക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. What is the meaning of getting into Canaan? എന്താണ് ഈ കനാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിന്റെ അർത്ഥം? Do you know that in the New Testament 3 times that example is given to us as a warning? നമുക്ക് മുന്നറിയിപ്പായിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. One is 1 Corinthians chapter 10. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. I just want to show that to you. അത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. Now this is written for us in the New Testament, an example from the Old Testament as a warning. പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് മുന്നറിയിപ്പായിട്ട് ഇതാ പുതിയ നിയമത്തിൽ ഈ കാര്യം എഴുതിയിരിക്കുന്നു. It says in verse 1, 1-ാം വാക്യം, I don't want you to be unaware, brethren, that our fathers all were under the cloud and all passed through the sea. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും And they സ്നാനമേറ്റു. had 2 baptisms, അവർക്ക് 2 സ്നാനങ്ങൾ ഉണ്ടായിരുന്നു, in the cloud and in the sea. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. Verse 2. 2-ാം വാക്യം, That's a picture of the 2 Christian baptisms, water baptism, Holy Spirit baptism. ജലസ്നാനവും പരിശുദ്ധാത്മ സ്നാനവും, ഇത് 2 ക്രിസ്തീയ സ്നാനങ്ങളെ And സൂചിപ്പിക്കുന്നു. they ate the same spiritual food, അവര് ഒരേ ആത്മികാഹാരം തിന്നു. a picture of our reading God's word. നാം ദൈവവചനം ഭക്ഷിക്കുന്നതിന്റെ ഒരു And ചിത്രമാണ്. they all drank the same spiritual drink, അവരെല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചു, which is a picture of our partaking of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. Now listen to the next verse. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. In spite of this, nevertheless, എങ്കിലും with most of them, God was not well pleased. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. Can you be redeemed by the blood of the Lamb, baptized in water, baptized in the Holy Spirit, and God still not be pleased with you? നിങ്ങൾ രക്തത്താൽ കഴുകപ്പെട്ട് ജലസ്നാനമെടുത്ത് ആത്മാഭിഷേകം പ്രാപിച്ച് അതിനുശേഷവും ദൈവം നിങ്ങളിൽ പ്രസാദിച്ചില്ല എന്ന് ഒരു സാധ്യതയുണ്ടോ? Many of you sitting here would have had 1, 2, or 3 of these experiences. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും ഇതിൽ 1, 2 അല്ലെങ്കിൽ 3 ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുള്ളവരാണ്. Cleansed in the blood of Christ, നിങ്ങൾ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, baptized in water, ജലത്തിൽ സ്നാനപ്പെട്ടവർ, baptized in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവർ. Many of you would have had 1 or 2 or 3 of these. നിങ്ങളിൽ ഇതിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഈ അനുഭവങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. Even if you have all 3, നിങ്ങൾക്ക് ഈ 3 അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും, all 3 are mentioned here. ഇവിടെ ഈ 3 അനുഭവങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. They came out of Egypt. അവർ ഈജിപ്തിൽ നിന്നും പുറത്തു വന്നു. Came away from Pharaoh, who was a picture of the devil. പിശാചിന്റെ ചിത്രമായ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും അവർ പുറത്തു വന്നു. God was not well pleased with them. എന്നാലും ദൈവം അവരിൽ പ്രസാദിച്ചില്ല. This is the thing that came home to my heart. എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഈ കാര്യമാണ്. I can go through all these experiences and God may not be pleased with me. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയതിനു ശേഷവും ദൈവത്തിന് എന്നിൽ പ്രസാദമില്ല എന്ന ഒരു സാധ്യതയുണ്ട്. And they were laid low in the wilderness. അവര് മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നമ്മോട് വായിക്കുന്നു. Now read the next verse. ഇവിടെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. These things happened as an example for us. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. For us Christians. ഈ ക്രിസ്ത്യാനികളായ നമുക്ക് ഇതൊരു ദൃഷ്ടാന്തമാണ്. What again it says in verse 11, these things happened to them as an example and are written for our instruction, upon whom the ends of the ages have come. 11-ാം വാക്യത്തിൽ വീണ്ടും നാം ഇത് വായിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക്. അതിനുശേഷം വീണ്ടും ഇതാ ഒരു മുന്നറിയിപ്പ്. So if after listening to this, ഇത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ച ശേഷം someone thinks verse 12, I am standing, be careful that you may fall. നിങ്ങൾ ആരെങ്കിലും ഞാൻ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വീഴാതെ നോക്കിക്കൊള്ളുക. The same warning is repeated in Hebrews 3. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ ഈ മുന്നറിയിപ്പ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. Again in the book of Jude. യൂദായുടെ പുസ്തകത്തിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു. ഈ മുന്നറിയിപ്പ് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. God brought people out of Egypt and they never entered Canaan. ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വന്നെങ്കിലും അവർ കനാൻ ദേശത്തിൽ എത്തിയില്ല. This is the thing that I sought for. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചത് ഈ കാര്യമാണ്. I don't want to end my life and discovering God was not well pleased with me. എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസാദിച്ചില്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തം ആ സമയത്ത് എനിക്ക് ഉണ്ടാകരുത്. I don't want to end my life saying, well, I had a good job and I made a lot of money and
got my children educated. Is that all there is to life? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ അത് ദുഃഖകരമാണ്. And maybe I witnessed and brought a few people to Christ. അല്ലെങ്കിൽ ഞാനിതാ കുറച്ച് ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. But I brought them to the same low level of life that I have. പക്ഷേ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ തരം താണ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞാൻ അവരെയും കൊണ്ടുവന്നത്. I used to think, supposing I'm witnessing to a non-Christian, ആ വ്യക്തിയോട് ഞാൻ സുവിശേഷം പറയുകയാണ്. supposing I go to a person who's not a Christian, ഞാൻ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നു. And I say, hey, listen, I want you to know how our sins can be forgiven. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, എൻ്റെ പാപങ്ങൾ എങ്ങനെ ക്ഷമിക്കപ്പെടും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. You know, Jesus died for our sins. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾക്കറിയാമോ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. He can forgive our sins. കർത്താവിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും. And supposing that non-Christian tells me, അക്രിസ്തവനായ വ്യക്തി എന്നോട് പറയുകയാണ്, that's wonderful news that Jesus can remove the guilt. My conscience feels so guilty. എൻ്റെ ഈ മനസാക്ഷി അതെനിക്ക് വളരെ കുറ്റബോധം തോന്നുന്നു. യേശുക്രിസ്തുവിന് എൻ്റെ ഈ കുറ്റബോധത്തെ നീക്കി കളയുവാൻ കഴിയുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. But he tells me, but I have another problem. പക്ഷേ എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. I'm getting angry with my wife every day. Can Jesus help me there? എല്ലാ ദിവസവും എൻ്റെ ഭാര്യയോട് ഞാൻ കോപപ്പെടുന്നുണ്ട്. അവിടെ ദൈവത്തിന് എന്നെ സഹായിക്കുവാൻ കഴിയുമോ? What will you tell him? എന്താണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് പറയുവാനുള്ളത്? You'll say, sir, I don't have victory over that myself. I don't have any victory in that. ആ കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ ജയമില്ല. I also shout at my wife every day. ഞാനും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയോട് ഞാനും കോപിക്കുന്നുണ്ട്. But Jesus can forgive you. He's not so powerful to help you overcome anger and all that. യേശുക്രിസ്തുവിന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് കഴിയും. പക്ഷേ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഈ കോപത്തിൽ നിന്നുമൊക്കെ നിങ്ങളെ വിടുവിക്കുവാൻ അത്രമാത്രം ശക്തിയൊന്നും യേശുക്രിസ്തുവിനില്ല. He tells me, I've got another problem. അപ്പോൾ അദ്ദേഹം പറയുന്നു, അല്ല, എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. See, I lust after women. ഞാൻ ഈ സ്ത്രീകളെ മോഹിക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ട്. And I watch internet pornography sometimes. ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഇന്റർനെറ്റിലൂടെ ഈ അശ്ലീല ചിത്രങ്ങൾ ഞാൻ കാണാറുണ്ട്. Can Jesus help me there? അവിടെ യേശുക്രിസ്തുവിന് എന്നെ സഹായിക്കുവാൻ കഴിയുമോ? And if you say, oh no, I can't, I don't think Jesus can help you because he has not helped me also so far in that area. ഇതുവരെ ആ മേഖലയിൽ കർത്താവ് എന്നെയും സഹായിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെയും സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. That non-Christian says, I don't want your useless Jesus. Why are you telling me about this person who cannot help me with my sins? അക്രൈസ്തവനായ ആ വ്യക്തി പറയും, നിങ്ങളുടെ ഈ ഒന്നിനും പ്രയോജനമില്ലാത്ത യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ട, എൻ്റെ ഈ പ്രശ്നത്തിന് സഹായിക്കുവാൻ കഴിയാത്ത യേശുക്രിസ്തുവിനെ എനിക്ക് എന്തിനാണ്? Can you blame him for saying that? അങ്ങനെ പറയുന്ന ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ? This powerless, helpless Jesus whom you are proclaiming to other people? നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നത് ഇപ്രകാരം ശക്തിയില്ലാത്ത ഒരു കർത്താവിനെ കുറിച്ചാണ്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാത്ത ഒരു കർത്താവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. That is an Old Testament gospel that God can only forgive your sin. നിങ്ങളുടെ പാപത്തെ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊരു പഴയ നിയമത്തിന്റെ സുവിശേഷമാണ്. Psalm 103, 1000 years before Christ, David said that. ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് അത് 103 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. Bless the Lord, O my soul, who forgives all my sins. എൻ്റെ ലംഘനങ്ങളെല്ലാം ക്ഷമിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. But who cannot, he couldn't say he gives me victory over my sin. എന്നാൽ എൻ്റെ പാപത്തിന്റെ മേൽ ജയം തരുവാൻ അവന് കഴിയും എന്ന് അവന് പറയുവാൻ കഴിയുമായിരുന്നു. That is an Old Testament gospel. അതൊരു പഴയ ഉടമ്പടിയുടെ സുവിശേഷമാണ്. New Testament, എന്നാൽ പുതിയ നിയമത്തിൽ he says, thanks be to God who always leads us in his triumph in Christ. എപ്പോഴും ക്രിസ്തുയേശുവിൽ എന്നെ ജയോത്സവമായി നടത്തുവാൻ കഴിയുന്നവന് ഞാൻ സ്തുതിക്കുന്നു എന്നാണ് പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത്. 2 Corinthians 2:14. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. Paul's experience was different from David's experience. പൗലോസിന്റെ അനുഭവം ദാവീദിന്റെ അനുഭവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. Most Christians are living in David's experience. അനേക ക്രിസ്ത്യാനികളും ദാവീദിന്റെ അനുഭവത്തിലാണ് ഇപ്പോഴും തുടരുന്നത്. They don't experience that victory which Paul experienced. പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ജയകരമായ ക്രിസ്തീയ ജീവിതം അവർ അനുഭവിച്ചില്ല. We are presenting a partial image of Christ to the world, one who can forgive us but cannot deliver us from sin. നാം ഈ ലോകത്തിന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പകുതി സുവിശേഷം മാത്രം ആണ് നാം പറയുന്നത്. അവന് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയും, എന്നാൽ അവൻ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുകയില്ല. You know the first time that somebody used the name of Jesus in the New Testament. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ ആദ്യം ഉപയോഗിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം? Was Gabriel when he spoke to Joseph. യോസഫിനോട് സംസാരിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതനാണ് ഏറ്റവും ആദ്യം ഉപയോഗിച്ചത്. In Matthew chapter 1,
മത്തായി സുവിശേഷം 1-ാം അധ്യായം. He told Joseph, Mary is going to have a child. മറിയയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് And അവിടെ Matthew പറയുന്നു. 1:21. മത്തായി 1:21 വാക്യം. You must call his name Jesus. അവന്റെ പേര് യേശു എന്ന് വിളിക്കണം. Because കാരണം he will save his people from their sins. അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയുണ്ട്. അവന് യേശു എന്ന് പേര് വിളിക്കണം. Not he will forgive their sins. അവന്റെ പാപങ്ങളെ ക്ഷമിക്കുമെന്നല്ല അവിടെ പറയുന്നത്. Do you know that's the first promise in the New Testament? പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ വാഗ്ദത്തം അതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? Meaning of the name Jesus. യേശു എന്ന പേരിന്റെ അർത്ഥം He will save his people from their sins. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. Not forgive. അവന്റെ പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കുക മാത്രമാണ് എന്നല്ല അവിടെ പറയുന്നത്. See, let me use this illustration. ഞാൻ ഈ ഒരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. I have a 6-year-old boy. Supposing a 6-year-old boy, and I warn him, don't go outside the gate, son, because they are digging the road there. You may fall into the pit. ഒരു 6 വയസ്സുള്ള കുഞ്ഞിനോട് ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ്, നീ ഗേറ്റിന്റെ പുറത്ത് പോകരുത്. അവരവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ റോഡിൽ പണി നടക്കുകയാണ്, അവിടെ കുഴിയുണ്ട്, നീ കുഴിയിൽ വീഴും. And he disobeys me and falls in. അവിടെ എന്നെ അനുസരിക്കാതെ പോയി അവൻ കുഴിയിൽ വീഴുന്നു. And he cries out to me, daddy, daddy, daddy. അവിടെ കുഴിയിൽ കിടന്നുകൊണ്ട് അവൻ എന്നോട് നിലവിളിക്കുകയാണ്, ഡാഡി ഡാഡി. And I come there and I see him in that 10-foot pit. അവിടെ ആ 10 അടി താഴ്ചയുള്ള കുഴിയിൽ അവൻ കിടക്കുന്നത് പിതാവായ ഞാൻ കാണുന്നു. I say, what happened, son? ഞാൻ അവനോട് ചോദിക്കുന്നു, മോനെ എന്തു പറ്റി? I say, I'm sorry, daddy, I disobeyed you. ക്ഷമിക്കണം ഡാഡി, ഞാൻ അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. I say, okay, son, I forgive you. മോനെ സാരമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. Goodbye. ടാറ്റ, ഞാൻ പോകട്ടെ. Have I forgiven him? ഞാൻ അവനോട് ഞാൻ ക്ഷമിച്ചോ? Yes. ഞാൻ ക്ഷമിച്ചു. Have I saved him? ഞാൻ അവനെ രക്ഷിച്ചോ? No. ഇല്ല. Now you see the difference between forgiveness and salvation. നിങ്ങൾക്കിപ്പോൾ ക്ഷമിക്കുന്നതിൽ നിന്നും രക്ഷിക്കുന്നതിൽ നിന്നുമുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? I'm talking to you who are born again. വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. Think of some sin by which you are defeated most frequently. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കപ്പെടുന്ന ഒരു പാപത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. Maybe there's more than one. അങ്ങനെയുള്ള ഒന്നല്ല, പല പാപങ്ങൾ ഉണ്ടായിരിക്കാം. Every time you sin, നിങ്ങൾ ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോഴും you ask the Lord to forgive you. നിങ്ങൾ കർത്താവിനോട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. He forgives you. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നു. If you get angry 10 times a day, He forgives you 10 times a day if you confess it. നിങ്ങൾ ഒരു ദിവസം 10 പ്രാവശ്യം നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നു, നിങ്ങൾ 10 പ്രാവശ്യവും നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും. If you lust and have impure thoughts 10 times a day, you ask forgiveness, He forgives you. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ പാപം ചെയ്യുകയും നിങ്ങൾ മോഹിക്കുകയും നിങ്ങൾ പാപം ചെയ്യുകയും ചെയ്ത് 10 പ്രാവശ്യവും നിങ്ങൾ പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തെ അവൻ ക്ഷമിക്കും. Some other sin. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാപം. Jesus is your forgiver. യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. Can you honestly say that Jesus has saved you from that sin? എന്നാൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയുവാൻ കഴിയുമോ, യേശുക്രിസ്തു എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു? From that particular sin? ആ പ്രത്യേക പാപത്തിൽ നിന്നും യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? No. ഇല്ല. So you must be honest and say, Jesus is not my savior, He is my forgiver. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയേണ്ടത്, യേശുക്രിസ്തു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, എന്നാൽ അവൻ എൻ്റെ രക്ഷകനല്ല. But most people call Him savior. പക്ഷേ മിക്കവാറും എല്ലാവരും തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകൻ എന്നാണ് വിളിക്കുന്നത്. Supposing a non-Christian says, has He saved you from this sin and this sin, and you say, no, He's not saved me. ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പാപത്തിൽ നിന്നും ഈ പാപത്തിൽ നിന്നും യേശുക്രിസ്തു രക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ, I'm not trying to condemn any of you. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല ഞാൻ Dear brothers and sisters, please believe me. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. I am trying to show you the inheritance that Jesus purchased for you on the cross, which the devil is trying to cheat you from. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന ആ ഉത്തമമായ ഉന്നതമായ സമ്പാദ്യം നിങ്ങളെ കാണിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. പിശാച് നമ്മുടെ കണ്ണുകളെ കുരുടാക്കി ഇത് കാണാതെ വെച്ചിരിക്കുകയാണ്. I'm burdened about that. That's why I go preaching this message everywhere. എല്ലാ സ്ഥലങ്ങളിലും ഈ സന്ദേശം ഞാൻ പോയി പ്രസംഗിക്കുന്നതിന്റെ കാരണം എൻ്റെ ഹൃദയത്തിൽ ഇതൊരു ഭാരമാണ്. Hardly anybody else preaches it. മറ്റാരും ഇത് പ്രസംഗിക്കുന്നത് ഞാൻ സാധാരണ കേൾക്കാറില്ല. Each person in the body of Christ has got a function. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ഈ കർത്താവിന്റെ ശരീരത്തിൽ ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ഉപയോഗമുണ്ട്. It took me about 16 to 20 years after I was born again
before I really began to understand what my calling was in the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എൻ്റെ വിളി എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുവാനായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം 16 വർഷത്തോളം എടുത്തു. And then God showed me what my calling was. ആ 16 വർഷത്തിന് ശേഷമാണ് എന്നെ ദൈവം എന്തിനാണ് പ്രത്യേകമായിട്ട് വിളിച്ചതെന്ന് എനിക്ക് He മനസ്സിലായത്. showed me that I was called to teach the Bible. ഞാൻ ദൈവവചനത്തെ പഠിപ്പിക്കുന്നവനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. Lead people to a victorious life. ജയകരമായ ഒരു ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുവാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചതെന്ന് എനിക്ക് ബോധ്യമായി. And to build them together into local fellowships. അങ്ങനെ ഈ ഒരു ജയകരമായ ജീവിതത്തിന് താല്പര്യമുള്ള ആളുകളെ ചേർത്ത് ചെറിയ സഭകൾ പണിയണം എന്നാണ് ദൈവം എന്നെ And the Lord showed me that I must particularly preach those passages in the Bible which other people were not preaching. മറ്റുള്ള ആളുകൾ പ്രസംഗിക്കാത്ത അങ്ങനെയുള്ള ബൈബിളിലെ ഭാഗങ്ങൾ എടുത്ത് പ്രസംഗിക്കണമെന്നും ദൈവം എന്നോട് ഏൽപ്പിച്ചു. I read books, listened to sermons, watched Christian television to see what are other people preaching. അതുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും ടിവിയിലുമൊക്കെ ആളുകൾ എന്താണ് പ്രസംഗിക്കുന്നത് എന്നൊക്കെ ഞാൻ കേൾക്കുകയുണ്ടായി. I got an understanding of what most Christian preachers in India were preaching in all the denominations. എനിക്ക് എന്താണ് ആളുകൾ സാധാരണ പ്രസംഗിക്കാത്തത് എന്ന് മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ അവരൊക്കെ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. And then I studied the scriptures. അതിനെ തുടർന്ന് ഞാൻ ദൈവവചനം പഠിക്കുവാൻ തുടങ്ങി. And I found out a number of things in the New Testament which these people are not talking about at all. ഈ ആളുകളൊന്നും അവർ പ്രസംഗിക്കാത്ത സംസാരിക്കാത്ത അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. And the Lord showed me those are the things you have to speak about. ദൈവം എന്നോട് പറഞ്ഞു, നീ ഈ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി നീ പ്രസംഗിക്കണം. Not everybody is called to do that. That was my specific commission in the body of Christ. എല്ലാവരെയും അപ്രകാരമല്ല ദൈവം വിളിച്ചത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ദൈവം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത്. Like in an army, the general may give one duty to one particular person. ആർമിയിലെ ഒരു ജനറൽ ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചയക്കും. And so now for the last 30 years this is what I have been preaching, the things that other people are not preaching. ഈ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് മറ്റുള്ളവർ പ്രസംഗിക്കാത്ത ഈ കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. I also made another decision that I would never preach something I have not experienced in my life. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, ഞാൻ പ്രായോഗികമായി കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിക്കുകയില്ല എന്നൊരു തീരുമാനവും കൂടെ ഞാൻ എടുത്തിരുന്നു. See, for example, if I started selling here some type of oil that is guaranteed to restore hair, how many of you will buy it from me? ഇവിടെ ഞാൻ കഷണ്ടിക്കുള്ള ഒരു മരുന്ന്, അത് ഉറപ്പായിട്ട് നിങ്ങളുടെ കഷണ്ടി മാറും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിൽക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്ര പേർ എന്നിൽ നിന്ന് കഷണ്ടിയുടെ മരുന്ന് വാങ്ങും? Yes, just you'll have one look at me and say, no thank you, I don't want that. എൻ്റെ തലയിലേക്ക് നോക്കി നിങ്ങൾ പറയും, എനിക്ക് താങ്കൾ നൽകുന്ന ഈ കഷണ്ടിയുടെ മരുന്ന് വേണ്ട. I said, Lord, if it doesn't work in my life, I never want to preach it. ഞാൻ അതുപോലെ തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയുകയില്ല. This is one of the mistakes of the Pharisees. പരീശന്മാരുടെ ഒരു തെറ്റിതായിരുന്നു. I want to show you two verses that show the difference between the Pharisees and Jesus Christ. യേശുക്രിസ്തുവും പരീശന്മാരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുവാനായിട്ട് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. See this, Matthew 23. മത്തായി 23 അധ്യായം and verse 3. 3 വാക്യം. The Pharisees, they tell you to do and observe all that they tell you to do and observe, do, but don't do according to their deeds, because they say things but don't do them. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. So here is a good certificate, by the way, which Jesus gave about the Pharisees. പരീശന്മാർക്ക് യേശുക്രിസ്തു കൊടുത്ത ഒരു നല്ല സർട്ടിഫിക്കറ്റും കൂടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. Everything they tell you to do, he told his disciples, do it. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാണ്. ചെയ്യുന്നതല്ല, whatever they tell you to do. പറയുന്നതല്ല. All that they tell you. Okay. നിങ്ങൾ ചെയ്യണമെന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. Yeah, because what they tell you is right. കാര്യം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. So what they're teaching was right. That is a good certificate. അതായത് അവരുടെ പഠിപ്പിക്കൽ, അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് യേശുക്രിസ്തു കൊടുത്ത ഒരു നല്ല സർട്ടിഫിക്കറ്റ് തന്നെയാണ്. They were not doing it. പക്ഷേ അവർ ഈ കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നില്ല. But not doing. അവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അവർ ചെയ്യുന്നില്ലായിരുന്നു. This is the condition of a lot of preachers. അനേക പ്രസംഗകരുടെ ഒരു ചിത്രമാണ്. Now see the opposite of that in Jesus. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. Acts 1 verse 1. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം 1 വാക്യം. Here it says about Jesus.
ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. Luke is talking about the gospel he wrote. ഇവിടെ ലൂക്കോസ് അവൻ എഴുതിയ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർന്ന് പറയുന്നത്, all that Jesus began to do first and then teach. അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച്. That was the difference between Jesus and the Pharisees. യേശുക്രിസ്തുവും പരീശന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു. Just compare these two verses. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ തുലനം ചെയ്ത് നോക്കുക. Anybody who preaches something and does not do it is a Pharisee. ആരെങ്കിലും ഒരാൾ അദ്ദേഹം പ്രസംഗിക്കുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല എങ്കിൽ അദ്ദേഹം ഒരു പരീശനാണ്. What he preaches may be 100% right. അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം അത് 100% ശരിയായിരിക്കും. But if he doesn't do it, he's a Pharisee. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പരീശനാണ്. The follower of Jesus is the one who first does and then secondly teaches it. എന്നാൽ യേശുക്രിസ്തുവിന്റെ അനുഗാമി അദ്ദേഹം ആദ്യം അത് ചെയ്യും, അത് ചെയ്ത ശേഷം അദ്ദേഹം പഠിപ്പിക്കും. And my burden is that all of you should be like Jesus, not like a Pharisee. എൻ്റെ ഹൃദയത്തിലെ ഭാരം നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കണം, നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത് എന്നാണ്. It's possible. അത് സാധ്യമാണ് പ്രിയമുള്ളവരെ. So many years in my life I thought it was not possible. എൻ്റെ ജീവിതത്തിലെ അനേക വർഷങ്ങളിൽ ഞാൻ ചിന്തിച്ചത് അത് സാധ്യമല്ല എന്നാണ്. And I was defeated in my personal life, I was defeated in my family life. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. It's not like that today. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതം അങ്ങനെയല്ല. I have understood the secret of how Paul could say thanks be to God who always leads us in trial. എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നത് എങ്ങനെയാണെന്ന് പൗലോസ് തന്റെ ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നത് അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. And my wife and I have begun to taste this in our family life too. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞാനും എൻ്റെ ഭാര്യയ്ക്കും ഞങ്ങൾക്കിത് അനുഭവവേദ്യമായി തീർന്നിട്ടുണ്ട്. You know that your home is supposed to be a little demonstration of heaven to people who come there. നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിന്റെ ഒരു ചെറിയ ചിത്രം ആണ് നിങ്ങളുടെ കുടുംബം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? That's God's will. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. That's what God wants every home to be like. എല്ലാ കുടുംബങ്ങളും അപ്രകാരമായിരിക്കണം എന്നാണ് ദൈവം താല്പര്യപ്പെടുന്നത്. Now, if we don't believe that such a life is possible, ഇങ്ങനെയുള്ള ഒരു ജീവിതം സാധ്യമാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ then of course it won't work. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുകയില്ല. You all believe that the Bible is God's word? നിങ്ങൾ എല്ലാവരും ബൈബിൾ അത് ദൈവവചനമാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ? I believe it with all my heart because 54 years of reading it has changed my life. കഴിഞ്ഞ 54 വർഷം ഈ ദൈവവചനം വായിച്ച് ആ ദൈവവചനം എൻ്റെ ജീവിതത്തെ മാറ്റിയതുകൊണ്ട് ഈ ദൈവവചനം അത് ശരിക്കും ദൈവവചനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I just want to show you some verses. ഞാൻ ചില വാക്യങ്ങൾ കൂടെ കാണിക്കട്ടെ. 1 John chapter 2 verse 6. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യം. Anyone who says he abides in Christ must walk in the same manner as he walked. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. I want to read that again, listen very slowly. അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ, വളരെ സാവധാനത്തിൽ നമുക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Do you say that you abide in him? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണോ നിങ്ങൾ? I think many of you say that. നിങ്ങളിൽ പലരും അപ്രകാരം പറയുന്നവരാണ്. Do you believe then in that case you should walk in the same way he walked on this earth? അങ്ങനെയെങ്കിൽ അവൻ നടന്നതുപോലെ ഈ ലോകത്തിൽ നടക്കേണ്ടതാകുന്നു എന്ന് നാം അപ്രകാരം നടക്കേണ്ടതാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നുവോ? Now he's not talking about the external aspects of Jesus' life. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. He was a carpenter, he was a bachelor, not those things. അവനൊരു ആശാരിയായിരുന്നു, അവൻ വിവാഹം കഴിച്ചിരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. But the principles by which he lived his life, you should live by those same principles. എന്നാൽ യേശുക്രിസ്തു ജീവിച്ച അതേ പ്രമാണങ്ങൾ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. Is it possible? അത് സാധ്യമാണോ? You know what the devil's telling you right now? ഇപ്പോൾ തന്നെ പിശാച് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. Impossible. He whispers in your ear. പിശാച് പറയും ഇതൊന്നും സാധ്യമല്ല. He has whispered that in your ear for many years. അനേക വർഷങ്ങൾ നിങ്ങളുടെ ചെവിയിൽ പിശാച് അപ്രകാരം മന്ത്രിച്ചിട്ടുണ്ട്. Will you say, get behind me, Satan? നിങ്ങൾ പിശാചിനോട് പറയുമോ, സാത്താനെ എന്നെ വിട്ടു പോ? I am going to believe God's word from today. ഞാൻ ഇന്നു മുതൽ ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കാൻ പോവുകയാണ്. Let me show you another verse. മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. 1 John 4:17. 1 യോഹന്നാൻ 4-ാം അധ്യായം 17-ാം വാക്യം. The last part. 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. As Jesus is
so also are we in this world. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. This is the verse that delivered me from all fear of the devil. പിശാചിനെ പ്രതിയുള്ള എൻ്റെ എല്ലാ ഭയത്തെയും നീക്കിക്കളഞ്ഞ ഒരു വാക്യമാണ്. For so many years in my Christian life after I was born again, ഞാൻ വീണ്ടും ജനിച്ച ശേഷം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ അനേക വർഷങ്ങൾ if I saw a demon possessed person, I didn't know what to do. പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ കുഴങ്ങുമായിരുന്നു. But I read, as Jesus is, so am I in this world. എന്നാൽ ഞാൻ ഈ വാക്യം വായിച്ചു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. I can walk with the same authority that Jesus had when he was in this world. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എപ്രകാരം അധികാരമുള്ളവനായി ജീവിച്ചുവോ അപ്രകാരം എനിക്കും അധികാരത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. Demons feared and trembled when Jesus came. യേശുക്രിസ്തു വന്നപ്പോൾ പിശാചുക്കൾ പേടിച്ച് വിറയ്ക്കുകയുണ്ടായി. I said, Lord, can it be like that with me? ദൈവമേ, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാകുവാൻ കഴിയുമോ? There are verses in the Bible which says, resist the devil and he will flee from you. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നല്ലോ, പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Not walk, but flee. പിശാച് നടന്നു പോകുമെന്നല്ല പറയുന്നത്, പിശാച് ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. That is our position in Christ. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം ഇതാണ്. And I find that whenever Jesus cast out a demon, he always spoke only one word. യേശുക്രിസ്തു പിശാചിനെ പുറത്താക്കിയപ്പോഴൊക്കെ യേശുക്രിസ്തു ഒറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്. More than once it says he cast out the demons with a word. ഒന്നിൽ കൂടുതൽ തവണ ദൈവവചനത്തിൽ പ്രകാരം എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തു ഒരു വാക്ക് കൊണ്ട് പിശാചിനെ പുറത്താക്കി. Just one word. ഒറ്റ വാക്ക്. Matthew 8:16. മത്തായി 8:16 വാക്യം. With one word. ഒറ്റ വാക്കുകൊണ്ട് he would cast out a spirit. ഒറ്റ വാക്കുകൊണ്ട് പിശാചിനെ പുറത്താക്കുമായിരുന്നു. And I have seen people trying to cast out demons. ഞാൻ ആളുകൾ പിശാചിനെ പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Shouting and screaming and pulling that poor woman's hair and all types of things. അവിടെ ശബ്ദമുണ്ടാക്കി ബഹളമാക്കി ഉണ്ടാക്കി ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീകളുടെ തലമുടി വലിച്ച് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പിശാചിനെ പുറത്താക്കുന്നത്. I was once invited to ask to go and cast out a demon from somebody. ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് പിശാചിനെ പുറത്താക്കുവാനായിട്ട് ഒരിക്കൽ എന്നെ വിളിക്കുകയുണ്ടായി. They were brethren people who don't believe in casting out demons. അവര് ബ്രദറൻ സഹോദരങ്ങളായിരുന്നു. അവര് പിശാചിനെ പുറത്താക്കുന്നതിൽ വിശ്വസിക്കാത്ത ആളുകൾ. So when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ I saw some Pentecostal guy pulling this woman's hair and yelling and screaming. അവിടെ ഏതോ ഒരു പെന്തക്കോസ്ത് മനുഷ്യൻ അദ്ദേഹം ആ സ്ത്രീയുടെ മുടി പിടിച്ച് വലിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. I said, I don't know who's got the demon here. Is it this person or this woman? അവിടെ ചെന്നപ്പോൾ എൻ്റെ സംശയം, ഇപ്പോൾ ആർക്കാണ് പിശാച് പിടിച്ചിരിക്കുന്നത്, ഈ സ്ത്രീക്കാണോ അതോ ഇതിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്കാണോ? So I told them, please ask this man to go so that we can help this poor lady. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒന്ന് മാറി നിൽക്കാനായിട്ട് പറയണമേ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ സഹോദരിയെ, പാവപ്പെട്ട സ്ത്രീയെ നമുക്ക് സഹായിക്കാം. Then I spoke to her. ഞാൻ അതിനെ തുടർന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. Ask Jesus to come into your heart. ഞാൻ അവളോട് പറഞ്ഞു, യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നീ ക്ഷണിക്കുക. And a voice spoke to me from inside her. അവളിൽ നിന്ന് ഒരു ശബ്ദം എന്നോട് ഇപ്രകാരം പറഞ്ഞു, Tell her, don't tell me. അവളോട് പറയുക, എന്നോട് പറയരുത്. So there is a demon here. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനകത്തു നിന്ന് സംസാരിക്കുന്ന ഒരു പിശാചുണ്ട്. I said, in Jesus' name, get out of her right now. ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവളിൽ നിന്ന് പുറത്തു പോവുക. With the same tone of voice I'm speaking right now. ഞാനിപ്പോൾ സംസാരിക്കുന്ന അതേ രീതിയിൽ ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു. Immediately. അപ്പോൾ തന്നെ പിശാച് പുറത്തുപോയി. And then she could receive Christ. അതിനെ തുടർന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാനായി അവൾക്ക് കഴിഞ്ഞു. Checked up years later, no problem with her. അനേക വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും അന്വേഷിച്ചു, അവൾക്ക് ഒരു കുഴപ്പവുമില്ല. That's not once. I've experienced that so many times. ഒറ്റ പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട്. You know, we present a wrong image of Christ to the world. നാം ലോകത്തിന് ക്രിസ്തുവിന്റെ ഒരു തെറ്റായ ചിത്രമാണ് നാം ആളുകൾക്ക് കൊടുക്കുന്നത്. You and I are supposed to walk with the dignity and the authority of Jesus Christ on this earth. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ആ മാന്യതയും അധികാരത്തോടും കൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. As he is, so are we in this world. I showed you that verse. അവൻ ഈ ലോകത്തിലായിരിക്കുന്നത് പോലെ നാമും ഈ ലോകത്തിലായിരിക്കുന്നു. Why is it not like that? എന്തുകൊണ്ടാണ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്? I'll tell you. ഞാൻ നിങ്ങളോട് പറയട്ടെ. Because like the beggar woman with the 2 25 paise coins, I will not give both the 25 paise coins to God. ആ യാചക പെൺകുട്ടിയെ പോലെ 25 പൈസ തുട്ടുമായിട്ട് അതിനെ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് ദൈവത്തിന് മുഴുവനും കൊടുക്കാതെ ഇരിക്കുക. I give little bit. ഞാൻ കുറച്ച് മാത്രം ദൈവത്തിന് കൊടുക്കുന്നു. Hold something back.
ഞാൻ എനിക്കായിട്ട് തന്നെ പലതും പിടിച്ചു വെക്കുന്നു. And he says, I can't marry you unless you give everything. നീ നിന്നെ തന്നെ മുഴുവനുമായിട്ട് ഏൽപ്പിച്ചു തരാതെ, നിനക്കുള്ളതെല്ലാം നീ ഏൽപ്പിച്ചു തരാതെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കുവാൻ കഴിയില്ല എന്ന ധനികനായ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ Maybe you haven't given everything. നിങ്ങൾ എല്ലാം ദൈവത്തിന് നിങ്ങൾ ഏൽപ്പിച്ചില്ലെങ്കിൽ, secondly, you believe the devil's lie rather than the word of God. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് പകരം പിശാചിന്റെ കള്ളങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. I hope before you go away this evening, your life will take a new direction. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടം വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You will believe God's word. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്ന ഒരു വഴിയിലേക്ക് നിങ്ങൾ തിരിയണം. We'll have a brief break now and sing a song and then continue.